ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് വെച്ചിട്ടുള്ള വടയാണ് കേട്ടോ. ചോറൊക്കെ നമ്മൾ ബാക്കി വന്നാലും അല്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ വട ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ബൗള് ചോറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗള് ചോറ്, ഈ ഒരു ബൗള് ചോറ് നമുക്ക് ആദ്യം മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം അതൊന്ന് അരച്ച് വരാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് അരച്ച് വന്നിട്ട് അത് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം, ഓവർ ആവരുത്, 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച്, ചോറല്ല കുറച്ച് അരയാൻ ബുദ്ധിമുട്ടാണ്, 2 ടീസ്പൂൺ വെള്ളം ഇറ്റിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ച് വരാം. അത് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് കിട്ടാൻ പണിയാണ്, അതങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഇതാക്കി എടുക്കുക, അല്ല കൈ കൊണ്ട് എടുത്താലും മതി കേട്ടോ. ഇനി ബാക്കി അരക്ക ബൗളും കൂടി ഉള്ളത് അതുകൂടി ഒന്ന് അരച്ച് വരാം കേട്ടോ. ഒക്കെ കൂടി ഒരുമിച്ച് അരച്ച് ചിലപ്പോൾ അത് അരയാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് കുറേശ്ശെ അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അതും അരച്ച് വന്നിട്ടുണ്ട്. ഇനി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് കൂടെ കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത ചേരുവകൾ ചേർക്കാം. അതിന് എടുത്തത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ റവയാണ് എടുത്തത്. പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും അരിപ്പൊടി ചേർത്താൽ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ടത്. പിന്നെ പെപ്പർ പൗഡറാണ് ഞാൻ ഇട്ടത്. പെപ്പർ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, പക്ഷേ കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അത് കടിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പൊടി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ വലിയ ഒരു സവാള എടുത്തത്, ചെറുതാണെങ്കിൽ ഒരു 1.5 എടുക്കുക, വലുതാണെങ്കിൽ 1 തന്നെ ധാരാളം. അത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, പിന്നെ കറിവേപ്പില, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവുള്ളതാണെങ്കിൽ ഒരു 2 പച്ചമുളക് ചേർത്താം, ഇല്ലാത്തതാണെങ്കിൽ 3-4 ചേർക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഉപ്പാണ്, ഉപ്പിട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ വെച്ച് എല്ലായിടത്തും ആ പൊടികളും പച്ചമുളകും ഇഞ്ചിയും എല്ലാതും എല്ലാം അതിലിട്ടതെല്ലാം നല്ല മിക്സ് ആയിട്ട് എല്ലായിടത്തും എത്തണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴക്കുക. വെള്ളം തരി പാടില്ല കേട്ടോ. നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടാൽ നല്ല തീരെ വെള്ളം പാടില്ല, വെള്ളമില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഷേപ്പ് ആക്കണം, ആ മിക്സഡ് ഷേപ്പ് ആക്കണം. അതിന് മുന്നേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വരിക. അതിന് ശേഷം നമുക്കത് മിക്സ് എടുത്തിട്ട് ഷേപ്പാക്കി കൊടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് തള്ള വെല്ല് വെച്ചിട്ട് അതൊന്ന് ഹോളാക്കി കൊടുക്കുക. തള്ള വെല്ല് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയാൽ ഹോളാക്കിയാൽ മതി, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കൈയിടക്ക് ഓരോന്നിട്ട് എണ്ണയിലിട്ട് വറുക്കുമ്പോഴും പിന്നെയും കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ കയ്യിൽ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല. അതിന് ശേഷം ഒരു പാൻ വെച്ച്, പാൻ ചൂടായ ശേഷം ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. തീ മെല്ലെ ഒരു മീഡിയത്തിലാക്കണം, ഓവർ ആക്കരുത്. കാരണം ആദ്യം എണ്ണ ചൂടായതിനു ശേഷം തീ ഒന്ന് ഫ്ലെയിം കുറക്കണം. കാരണം ഫ്രൈ ആക്കുമ്പോൾ ഒരുപാട് തീ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വേഗം പണിയായിരിക്കും. ഫ്രൈ ആയി മുരിഞ്ഞിട്ട് കാണും, പക്ഷെ ഉള്ളിൽ ഇതായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഓവറല്ലാതെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2-3 ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ക്രിസ്പിയാണ്ടത്, നല്ല മുരുമുരാന്ന് തന്നെ ഉണ്ട്. നമുക്ക് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. സാധാ ഒരു ഉഴുന്നോടൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെയുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.